പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ പരിചയമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാം അല്ലേ? ये ജവഹർലാൽ ഗാന്ധി है, हमारे പ്രധാനമന്ത്രി, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രമാണ് മുകളിലുള്ളത്. ഉൻകി പുത്രി കാ നാം മാലൂം ഹെ? അദ്ദേഹത്തിൻ്റെ മകളുടെ പേരറിയാമോ? ഹാ, ഇന്ദിരാ ഗാന്ധി. എന്താണ് അവരുടെ പേര്? ഇന്ദിരാഗാന്ധി. ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിക്കും ഇടയിലുള്ള ഒരു കത്ത് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേര് संसार पुस्तक है, जो लिखा है ജവഹർലാൽ നെഹ്റു का പത്ര है और इसका अनुवाद किया है. അത് തർജ്ജിമ ചെയ്തിരിക്കുന്നത് ഹിന്ദിയിലെ പ്രസിദ്ധ സാഹിത്യകാരനായ പ്രേംചന്ദാണ്. ഈ കത്ത് എഴുതിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്താണ്. ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത് പ്രേംചന്ദാണ്. നമുക്കൊന്ന് പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠഭാഗത്തിൻ്റെ പേരെന്താണ് നമ്മൾ പറഞ്ഞത്? संसार पुस्तक है. എന്താണ് संसार എന്ന വാക്കിൻ്റെ അർത്ഥം? संसार ലോകം, ദുനിയ, ലോകമാകുന്ന പുസ്തകം. അറിവിൻ്റെ ഒരു വലിയ ഭണ്ഡാരമാണ് നമ്മുടെ ലോകം. നമുക്കറിയാത്ത അല്ലെങ്കിൽ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. ഈ ലോകത്തിലെ പ്രകൃതി നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രകൃതിയിലെ ഓരോ ചെറിയ ചെറിയ കണികൾ പോലും ഒരു കഥ നമ്മളോട് പറയുന്നവയാണ്. ഇവിടെ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിയാലോ? പാരഗ്രാഫ് നോക്കുക, പേജ് നമ്പർ 69. പാഠഭാഗം തുടങ്ങുന്നു. ജബ് തും മേരെ സാത്ത് रहती हो तो अक्सर मुझसे बहुत सी बातें पूछा करती हो. ജബ് തും എപ്പോഴാണോ നിങ്ങൾ മേരെ സാത്ത് रहती हो എന്നോടൊപ്പം താമസിച്ചിരുന്നത്, അക്സർ എല്ലായ്പ്പോഴും, മിക്കവാറും, മുസ്സെ ബഹത് സി ബാത്തേം എന്നോട് ഒരുപാട് കാര്യങ്ങൾ പൂച്ചാ കർത്തി ഹോ ചോദിക്കാറുണ്ട്. ഇവിടെ ആരാണ് ചോദിക്കുന്നത്? ഇന്ദിരാഗാന്ധിയാണ്. ആരോടാണ് ചോദിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിനോട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒപ്പം താമസിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി തൻ്റെ പിതാവായ ജവഹർലാൽ നെഹ്റുവിനോട് ഒരുപാട് കാര്യങ്ങൾ പൂച്ചാ കർത്തി ഹേ ചോദിക്കാറുണ്ട്. और मैं उनका जवाब देने की कोशिश करता हूँ. ഞാനാണെങ്കിൽ उनका जवाब देने की, അതിന് മറുപടി നൽകാൻ കോഷിഷ് करता हूँ, പരിശ്രമിക്കാറുണ്ട്. കോഷിഷ് करता हूँ, പരിശ്രമിക്കാറുണ്ട്. लेकिन എന്നാൽ अब जब तुम मसूरी में हो और मैं इलाहाबाद में, എന്നാൽ अब तुम मसूरी में हो, ഇപ്പോൾ ഇന്ദിരാഗാന്ധി മസൂരിയിലും और ജവഹർലാൽ നെഹ്റു ഇലാഹാബാദ് മേ ഹെ, രണ്ടുപേരും, മകളും അച്ഛനും രണ്ടും രണ്ട് സ്ഥലത്താണ്. അബ് ഇപ്പോൾ, ജബ് തും ഇപ്പോൾ നീ എവിടെയാണ്? മസൂരിയിൽ താമസിക്കുന്നു. और मैं इलाहाबाद में, ഞാൻ ഇലാഹാബാദിൽ താമസിക്കുന്ന സമയത്ത് हम दोनों उस तरह बातचीत नहीं कर सकते, നമുക്ക് രണ്ടുപേർക്കും അതുപോലെ സംസാരിക്കാൻ കഴിയണമെന്നില്ല. ഉസ്തർ അതുപോലെ, ബാത്ചീത് നെഹി കർ സക്തേ സംസാരിക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ജവഹർലാൽ നെഹ്റു തീരുമാനിക്കുകയാണ്, അദ്ദേഹം പറയുകയാണ്, ഇസ്ലിയെ മേനെ ഇറാദ കിയ, അതുകൊണ്ട് ഞാൻ ഇറാദ കിയ തീരുമാനിച്ചിരിക്കുന്നു, കി എന്തെന്നാൽ, കബി കബി തുമേ ഇസ് ദുനിയ की और उन छोटे बड़े देशों की जो इस दुनिया में है छोटी सी छोटी गाथाएं लिखा करूँगा. എന്തു ചെയ്യുമെന്നാണ് ജവഹർലാൽ നെഹ്റു തീരുമാനിച്ചിരിക്കുന്നത്? ഇരാദ കിയ തീരുമാനിച്ചിരിക്കുന്നു, കബി കബി ചിലപ്പോഴൊക്കെ, തുമേ ഇസ് ദുനിയാ की നിനക്ക് ഈ ലോകത്തെക്കുറിച്ചും, और उन छोटे बड़े देशों की ആ ചെറുതും വലുതുമായ രാജ്യങ്ങളെക്കുറിച്ചും, जो इस दुनिया में है ഈ ലോകത്തിലുള്ള, छोटी छोटी गाथाएं लिखा करूँगा, ചെറിയ ചെറിയ കഥകളായിട്ട് എഴുതാമെന്ന്. ഖദായേം, കഹാനിയാം, ലിഖാ കറും എഴുതാമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. तुमने हिंदुस्तान और इंग्लैंड का कुछ हाल इतिहास में पढ़ा है. तुमने നീ हिंदुस्तान और इंग्लैंड का, हिंदुस्तान ഭാരതം, और इंग्लैंड इंग्लैंड, इन दोनों राज्यों का ഈ രണ്ട് രാജ്യങ്ങളെക്കുറിച്ചുള്ള കുച്ച് ഹാൽ കുറച്ച് അവസ്ഥയൊക്കെ ഇതിഹാസ് മേ പഠാ ഹെ ചരിത്രത്തിലൂടെ പഠിച്ചിട്ടുണ്ടാകും. ലേക്കിൻ എന്നാൽ ഇംഗ്ലണ്ട് കേവൽ എക് ചോട്ടാ സ ടാപ്പു ഹെ, ഇംഗ്ലണ്ട് കേവലം ഒരു ചെറിയ ടാപ്പു, ദ്വീപാകുന്നു. ഇംഗ്ലണ്ട് കേവൽ എക് ചോട്ടാ സ ടാപ്പു ഹെ, ഇംഗ്ലണ്ട് കേവലം എന്താണ്? ഒരു ചെറിയ ദ്വീപാകുന്നു. ടാപ്പു ദ്വീപ്.
और हिंदुस्तान ഭാരതം എന്ന് പറയുന്നത് जो एक बहुत बड़ा देश है ഒരു വലിയ രാജ്യവുമാകുന്നു. फिर भी എന്നിട്ടും दुनिया का एक छोटा हिस्सा है ഈ ലോകത്തിലെ ഒരു ചെറിയ ഭാഗം തന്നെയാണ്. ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ ദ്വീപും ഭാരതം വലിയൊരു രാജ്യമാണെങ്കിലും ഇവ രണ്ടും ഈ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം एक छोटा हिस्सा ഒരു ചെറിയ ഹിസ്സ ഭാഗം മാത്രമാണ്. अगर तुम्हें इस दुनिया का कुछ हाल जानने का शौक है, अगर तुम्हें നിനക്ക് इस दुनिया का कुछ हाल ഈ ലോകത്തിൻ്റെ कुछ हाल जानने का അവസ്ഥ മനസ്സിലാക്കാനുള്ള ഷൗക്ക് താല്പര്യമുണ്ടെങ്കിൽ तो तुम्हें सब देशों का നിനക്ക് सब देशों का और उन सब जातियों का നിനക്ക് सब देशों का എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും और उन सब जातियों का അതിൽ അധിവസിക്കുന്ന എല്ലാ ജാതികളെക്കുറിച്ചും, ജാതി മത്ലബ് ജീവജാലങ്ങൾ, उन सब जातियों का എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും जो इसमें बसी हुई है ഈ രാജ്യത്തിൽ അധിവസിക്കുന്നതായ അല്ലെങ്കിൽ താമസിക്കുന്നതായ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ധ്യാൻ रखना पड़ेगा, ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ സബ് ദേശോं का എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും ആ രാജ്യങ്ങളിൽ അധിവസിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ചും പഠിക്കേണ്ടതായിട്ട് വരും. കേവൽ एक छोटा सा देश का नहीं, കേവലം ഒരു ചെറിയ രാജ്യത്തിനെക്കുറിച്ച് മാത്രമല്ല നീ പഠിക്കേണ്ടത്. ജിസ്മേ തും പൈദാ ഹുയി ഹോ, എവിടെയാണോ നീ ജനിച്ചിരിക്കുന്നത്, നീ വളർന്നു വലുതായ ആ ചെറിയൊരു രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും അവിടെ അധിവസിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ലോകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. मुझे मालूम है कि इन सब छोटे छोटे कथों में मैं बहुत थोड़ी सी बातें बतला सकता हूँ. मुझे मालूम है, എനിക്കറിയാം, इन छोटे छोटे कथों में ഈ ചെറിയ ചെറിയ കത്തുകളിലൂടെ मैं बहुत थोड़ी सी बातें എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ബത്ലാ സക്താ ഹൂം പറഞ്ഞു തരാൻ കഴിയുക എന്ന് എനിക്കറിയാം. ലേക്കിൻ എന്നാൽ मुझे आशा है, എനിക്ക് പ്രതീക്ഷയുണ്ട് कि എന്തെന്നാൽ इन थोड़ी सी बातों को ഈ थोड़ी सी बातों को ഈ കുറച്ച് കാര്യങ്ങൾ പോലും तुम शौक से पढ़ोगी, നീ വളരെ താല്പര്യത്തോടു കൂടി പഠിക്കുമെന്ന്, और समझोगी മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്നും, और दुनिया एक है ഈ ലോകം ഒന്നാണെന്നും, और दूसरे लोग മറ്റുള്ള ആളുകൾ जो इसमें ഇവിടെ दूसरे लोग जो इसमें आबाद है, आबाद का अर्थ होती है താമസിക്കുന്ന, ആബാദ് താമസിക്കുന്ന ആളുകൾ, ഹമാരെ ബായ് ബഹൻ ഹെ നമ്മുടെ സഹോദരി സഹോദരന്മാർ തന്നെയാണ്. മറ്റുള്ള ഒരുപാട് ആളുകൾ ഈ രാജ്യത്ത് താമസിക്കുന്ന ആളുകളെല്ലാം ഹമാരെ ബായ് ബഹൻ ഹെ നമ്മുടെ സഹോദരി സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു തൻ്റെ മകളെ ഭായിചാര സാഹോദര്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പഠിപ്പിക്കുക. ഈ രാജ്യത്തിൽ വസിക്കുന്ന എല്ലാ ആളുകളും നമ്മുടെ സഹോദരി സഹോദരന്മാർ തന്നെ എന്നൊരു വലിയ കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ജബ് തും ബഡി ഹോ ജാओगे, നീ വളർന്നു വലുതാകുമ്പോൾ തും ദുനിയ और उसके ആദമിयों का हाल मोटी मोटी किताबों में पढ़ेंगे, നീ ലോകത്തെക്കുറിച്ചും അതിലെ ആളുകളെക്കുറിച്ചും മോട്ടി മോട്ടി കിതാബോ മേ പഠോഗി വലിയ വലിയ പുസ്തകങ്ങൾ, മോട്ട തടിച്ച വലിയ പുസ്തകങ്ങൾ പഠിക്കുമായിരിക്കാം. എന്ത് പഠിക്കുമായിരിക്കാം? ദുനിയ और उसकी ആദമിयों का हाल ലോകത്തെക്കുറിച്ചും അവിടെ അധിവസിക്കുന്ന ആളുകളെക്കുറിച്ചുമുള്ള കഥകൾ, കാര്യങ്ങൾ ഉൻ മോട്ടി മോട്ടി കിതാബോമേ ആ വലിയ വലിയ പുസ്തകങ്ങളിലൂടെ നീ പഠിക്കുമായിരിക്കാം. ഉസ്മേ അതിൽ തുമേ ജിത്തന ആനന്ദ് മിലേഗ നിനക്ക് എത്ര ആനന്ദമാണ് സന്തോഷമാണ് മിലേഗ ലഭിക്കുക ഉത്തന കിസി കഹാനി യാ ഉപന്യാസ് മേ ബി ന മിലാ ഹോഗ അത്രയും ഏതെങ്കിലും ഒരു കഥയിലൂടെയോ ഉപന്യാസത്തിലൂടെയോ ന മിലാ ഹോഗ ലഭിക്കണമെന്നില്ല. ഈ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്ന ആനന്ദം, അതിലേറെ ആനന്ദം ഒരു കഥയിലൂടെയും ഒരു ഉപന്യാസത്തിലൂടെയും നിനക്ക് ലഭിക്കണമെന്നില്ല. പുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന ഈ ലോകത്തെ മനസ്സിലാക്കുന്നതിലൂടെ ലഭിക്കുന്ന ആനന്ദത്തെക്കുറിച്ചാണ് അദ്ദേഹം ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ കത്ത് നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ആർക്ക് എഴുതിയതാണ്? അദ്ദേഹത്തിൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്കാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത്. ഈ ലോകത്തെ തിരിച്ചറിയുവാനും ലോകത്തിലെ സഹോദരി സഹോദരന്മാരായ നമ്മുടെ മറ്റുള്ള അംഗങ്ങളെ മനസ്സിലാക്കുവാനും ഈ കത്തിലൂടെ അദ്ദേഹം തൻ്റെ മകളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു വർക്ക് പരിചയപ്പെട്ടാലോ? ടെക്സ്റ്റ് ബുക്കിൻ്റെ 73-ാമത്തെ പേജിലുള്ള ഈ
प्रवर्तन नोकू। संसार पुस्तक है लेख के आधार पर सही वाक्यों पर सही चिन्ह लगाए. संसार പുസ്തക എന്ന പാഠഭാഗത്തിൻ്റെ 73ാമത്തെ പേജിൽ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി തന്നിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുകയും ശരിയായ വാക്യങ്ങൾക്ക് നേരെ ടിക്ക് ചിഹ്നവും ഇല്ലാത്തവ നേരെ ഇൻറ്റു മാർക്കും രേഖപ്പെടുത്തുക. ഒന്നാമത്തെ വാക്ക് ഹിന്ദുസ്ഥാൻ എക് ബഡാ ദേശ്. ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യമാണ്. ശരിയാണോ തെറ്റാണോ നിങ്ങൾ ആലോചിക്കുക. दुनिया का हाल जानने के लिए सब देशों पर और उनमें बसी जातियों का ध्यान रखना है. दुनिया का हाल जानने के लिए ലോകത്തെ അവസ്ഥ മനസ്സിലാക്കാൻ സബ് ദേശവും പർ എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും और उनमें बसी അതിൽ അധിവസിക്കുന്ന ജാതിയോം പർ ജാതികളെക്കുറിച്ച് അല്ലെങ്കിൽ ജീവജാലങ്ങളെക്കുറിച്ച് ധ്യാൻ रखना है ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ വാക്യം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുക. इस पत्र इंदिरा प्रियदर्शिनी को प्रेमचंद ने लिखा है. ഈ കത്ത് ഇന്ദിര പ്രിയദർശിനിക്ക് എഴുതിയിരിക്കുന്നത് പ്രേംചന്ദ് ആകുന്നു. ശരിയാണോ തെറ്റാണോ? ദുനിയാ മേ ബസേ ലോഗ് സബ് ഭായ് ബഹൻ ഹെ. ഈ ലോകത്തിൽ വസിക്കുന്ന എല്ലാ ആളുകളും സഹോദരി സഹോദരന്മാരാണ്. जानवरों से पहले धरती में आदमी का जन्म हुआ था. जानवरों से पहले മൃഗങ്ങൾക്ക് മുന്നെയാണ് ധർത്തി മേ ഭൂമിയിൽ ആദമിയോं का जन्म हुआ മനുഷ്യർ ജനിച്ചിട്ടുള്ളത്. ഈ വാക്യം ശരിയാണോ എന്ന് ആലോചിക്കുക. एक ज़माने में धरती तो बहुत गर्म थी और उनमें जानदार चीज़ नहीं रह सकती. ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമി വളരെ ചൂടുള്ളതും അതിൽ ജീവനുള്ള വസ്തുക്കൾക്ക് വസിക്കാൻ കഴിയുകയും ചെയ്തിരുന്നില്ല. ഇത്രയും പ്രവർത്തനങ്ങൾ നന്നായി മനസ്സിലാക്കുകയും ഇവ ശരിയായ പ്രവർത്തനങ്ങൾക്ക് നേരെ ടിക്ക് ചിഹ്നം രേഖപ്പെടുത്തുകയും തെറ്റായ പ്രവർത്തനങ്ങൾക്ക് നേരെ ഇൻറ്റു മാർക്ക് രേഖപ്പെടുത്തുകയും ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിലെടുത്ത ഭാഗങ്ങൾ ഒന്നുകൂടി നന്നായിട്ട് വായിച്ചു നോക്കുക, പ്രവർത്തനങ്ങളാൽ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഇതിന് ശേഷമുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതുവരെ ഗുഡ് ബൈ, വീണ്ടും കാണാം.